എൻട്രി പടം ഇച്ചിരി സ്റ്റാൻഡേർഡ് പടോ. മമ്മൂട്ടിയൊക്കെ ഇടുക്കി അത് സ്പോയിലർ ആവും. മാസാണ്. മാനുവൽ തോമസിന്റെ ഒസ്ലർ ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന് ആദ്യ ഷോ കണ്ടിരുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് പോകും. മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം, ഒരു ത്രില്ലർ ചിത്രമായിരുന്നു ഇന്ന് റിലീസായിരുന്നത്. ജയറാമാണ് നായകൻ. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സിനിമാ ലോകം ഏറെ കാത്തിരുന്ന ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ കാണുന്നത്. ആ ചിത്രത്തിന് ആദ്യ ഷോ കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. ജയറാമിന്റെ തിരിച്ചുവരവുണ്ട്. അടിപൊളിയാ. അത്രയൊന്നുമില്ല. ജയറാമിന്റെ ഒരു കമ്പാക്കാണ്. മമ്മൂട്ടിയൊക്കെ ഇടുക്കി സൂപ്പർ. ആക്ടിങ് നല്ലതുണ്ട്. പിന്നെ DOP നല്ലതാണ്. എൻട്രി ഒരു അൺഎക്സ്പെക്ടഡ് എൻട്രി. നമുക്ക് എല്ലാവരും ഗസ് ചെയ്തിരിക്കുന്നുണ്ട്. ട്വിസ്റ്റുകളൊക്കെ ഉണ്ടോ? ട്വിസ്റ്റുകളുണ്ട്. പക്ഷേ കട്ട്സ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു രീതിയിലാണ്. നമ്മൾ തന്നെ ഗസ് ചെയ്തെടുക്കണം. പാറ്റേൺ എന്ന് പറയുമ്പോൾ സ്ഥിരം ടെംപ്ലേറ്റിലുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് വരുന്നത്. സംഭവങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഇത് കണ്ടിരിക്കാം. അടിപൊളി. നല്ല മമ്മൂട്ടി നല്ല പടമായിരുന്നു. നല്ല പടം, നല്ല വെറൈറ്റി പടമായിരുന്നു. ത്രില്ലറുണ്ട്. ഉണ്ടായിരുന്നു. ഇൻട്രോ ആണ്, മമ്മൂട്ടിയുടെ ഇൻട്രോ ആണ്. അടിപൊളി, കൊള്ളാം. നല്ല പടമായിരുന്നു. അങ്ങനെ പറയാൻ വേണോ? അടിപൊളിയാണ്. പോലല്ല. പടം ഇച്ചിരി സ്റ്റാൻഡേർഡ് പടോ. മമ്മൂക്ക അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പടത്തിന് നല്ല പേസ് ഉണ്ട്. ഒരു നിമിഷം പോലും ലാഗ് ഒന്നും തോന്നുന്നില്ല. എല്ലാവരും നല്ല റോളുകളാണ് ചെയ്തത്. തിരിച്ചുവരവ് അത്യാവശ്യം ട്വിസ്റ്റും കാര്യങ്ങളും കൊള്ളാം, നന്നായിട്ടുണ്ട്. ജയറാമിന്റെ ഒരു കമ്പാക്ക് ആയിരിക്കും. ഇല്ല, ഏകദേശം അതേപോലെ. എന്തായാലും കാശി മുതലാവുന്ന ഒരു പടം. അത് സ്പോയിലർ ആവും. മാസാണ്. പിന്നെ ജയറാമന്റെ ഒരു തിരിച്ചുവരവാണ്. സസ്പെൻസ് ഇല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. മമ്മൂട്ടിയുടെ അവർക്ക് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ വരുന്നത്. ഓക്കെ, കിടിലം പടമാണ്. ഒരുപാട് താരങ്ങളുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സെറ്റ് ആവുന്നുണ്ട്. അടിപൊളി പടം. അതുകൊണ്ടാണ്